ടോക്സ് ഓഫ് ഡിക്കേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെ പറഞ്ഞു വരുന്നത് UPയിലെ അമേഠിയിലെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നവരുടെ പേരുകളാണ്. അപ്പുറത്താണെങ്കിൽ സ്മൃതി ഇറാനി, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച BJPയിലെ സ്ത്രീ രൂപം. ഒരുപാട് അഭ്യൂഹങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും ഒടുവിൽ കോൺഗ്രസിൻ്റെ പട നയിക്കാൻ നെഹ്റു കുടുംബത്തിൻ്റെ പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. കിഷോരിലാൽ ശർമ്മ. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നും രാജീവ് ഗാന്ധിയുടെ കൈപിടിച്ച് കോൺഗ്രസിലേക്ക് വന്ന UPയുടെ സ്വന്തം KL ശർമ്മ. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം നെഹ്റു കുടുംബത്തിൻ്റെയും അമേഠിയുടെയും ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന മീഡിയേറ്റർ. ചോട്ട കാര്യകർത്ത എന്നാണ് താൻ സ്വയം വിശേഷിപ്പിക്കുന്നത്. കിഷോരിലാൽ ശർമ്മ 1999-ലും 2004-ലും സോണിയാഗാന്ധിയെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നത് പ്രധാന പങ്ക് വഹിച്ച പാർട്ടിയിലെ ഒരു എളിമയുള്ള പ്രവർത്തകനാണ്. ഒരു പാർലമെന്ററി മോഹം ഒട്ടും ഇല്ലാതെയാണ് KL ശർമ്മ പാർട്ടിയിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി വലിയ ബന്ധം സ്വീകരിച്ചു വന്നത്. ഈ ഒരു പ്രത്യേകത തന്നെയാണ് കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയായ അമേഠിക്കാക്കാൻ പാർട്ടി ഇദ്ദേഹത്തെ വിശ്വസിച്ചത്. 2019-ലെ രാഹുലിൻ്റെ അമേഠിയിലെ തൊഴിലേക്ക് 7 പരിഗണിക്കേണ്ടി വന്ന ശർമ്മയെ നെഹ്റു കുടുംബത്തിൻ്റെ പരിചാരകൻ എന്ന് വരെ വിളിച്ച് സ്മൃതി ഇറാനി അദ്ദേഹത്തെ കളിയാക്കി. ഇത്രയധികം ത്യാഗം സഹിച്ചതിന് കൊണ്ട് തന്നെയാണ് റോബർട്ട് വാദ്ര അടക്കം മോഹിച്ച ഈ സീറ്റിലേക്ക് ഇദ്ദേഹത്തെ പരിഗണിച്ചത്. ഇന്നയാൾ സ്മൃതി ഇറാനിയുടെ തോൽവിയുടെ പടിക്കുഴിയിലേക്ക് ഇറക്കി വിട്ട് കോൺഗ്രസിൻ്റെ കോട്ട തിരിച്ചു പിടിച്ചു. അതും 1,67,196 എന്ന വലിയ വോട്ട് മാർജിനിൽ. ഇപ്പോൾ അദ്ദേഹം ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും അഭിമാനവും റോൾ മോഡലുമാണ് കിഷോർ ലാൽ ശർമ്മ.